എല്ലാ പാത്രത്തിലും നിറച്ചു വെച്ചു. കരണ്ട് എപ്പോഴാ വരിക ആർക്കറിയാം. ഞാൻ കുറച്ചുകൂടി പോയി എടുത്തോണ്ട് വരാം. അന്തം വിട്ട് നിൽക്കാതെ കോരടാ. എടാ നോക്കി നിൽക്കാതെ കോരട വേഗം. മതി, കണ്ണ് നീറുവാ. പാതി കുളിച്ചപ്പോ വെള്ളം തീർന്നു. രാവിലെ മുതൽ കറണ്ടില്ല. ചേച്ചി സുഭദ്രയും മുൻവശത്ത് പോയിരിക്കെ. ഞാൻ കുളി പെട്ടെന്ന് തീർത്ത് ഓടി വരാം. എത്ര ദിവസമായി ചേച്ചി ആന്റി ഒന്ന് കണ്ടിട്ട്. പിണങ്ങിയതുകൊണ്ട് ഇനി നമുക്ക് കാണാനേ പറ്റില്ലെന്നായിരുന്നു എന്റെ വിചാരം. വല്യമ്മായി വന്നിട്ട് തിരിച്ചു പോയോ? പോയി. എന്നാലും പെട്ടെന്ന് തിരിച്ചു വരും. വാ. എന്താടി ദിവ്യമോളെ, സുഭദ്ര ചേച്ചിയെ സുശീല ആന്റിയെ കാണാത്തത് കൊണ്ടേ ഇത്രയും ദിവസം നീ ഉറങ്ങിയതേ ഇല്ലേ? അല്ല സുശീലെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നാണം മാനെന്നൊക്കെ പറയണതേ ഈ പാവപ്പെട്ടവർക്ക് മാത്രം മതിയോ? പണക്കാർക്കും വേണ്ടേ? ഞങ്ങളെ കരുണാലയത്ത് നിന്ന് അടിച്ചിറക്കിയിട്ട് നാണല്ലേ അത് എന്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. ഏത് മുഖം വെച്ചോണ്ടാ നിങ്ങൾ വന്നത്? നിങ്ങളുടെ വീടോ? ഇതെങ്ങനെയാ നിങ്ങളുടെ വീടാകുന്നത്? ഇതൊരു വാടക വീട്. തൽക്കാലം ഈ വീടിന്റെ വാടക കൊടുക്കുന്നത് കൊച്ചമ്മാവിന്റെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട്. ഞങ്ങൾ കൊച്ചമ്മാവിനെ കാണാൻ വേണ്ടി വന്നതാ. നിങ്ങൾ സുകുമാരൻ മുതലാളി എന്ന് വിളിക്കുമ്പോ പൊങ്ങുന്ന മണ്ടൻ. നിങ്ങൾ എടാ സുകുമാരാന്ന് മാറ്റി വിളിക്കുമ്പോ ആ കരണക്കുറ്റിക്കൊന്ന് തരാൻ കഴിവില്ലാത്ത ഭീരു. പിന്നെ മുഖത്തിന്റെ കാര്യം, ഞങ്ങളുടെ കഴുത്തിന് മുകളിൽ ഞങ്ങളുടെ മുഖം തന്നെയാ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ചിലപ്പോ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ പൂച്ചയുടെ മുഖം വരും, മറ്റു ചിലപ്പോൾ പട്ടിയുടെ മുഖം, പിന്നെ കഴുത, കുതിര, എരുമ, അങ്ങനെ അങ്ങനെ മാറി മാറി വരും. ഇതിന്റെ കരുണാലയല്ല, ചൂലെടുത്ത് അടിക്കും ഞാൻ. എന്തിനാ പ്രത്യേകം ഒരു ചൂല്? നിങ്ങളുടെ ശരീരം തന്നെ ഒരു ചൂലല്ലേ? അടിച്ചതിന്റെ എല്ലൊടിക്കും ഞാൻ. ഈ രാജമ്മ നിനക്ക് ശരിക്കും അറിയില്ല. അമ്മ അടുക്കളയിലേക്ക് പോകുന്നുണ്ടോ? എന്റെ ഭർത്താവിന്റെ അനിയത്തിയും മോളോ ഇവിടെ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. വരൂ ചേച്ചി. ഞാൻ വന്നത് സുഭദ്രയെ കൊണ്ട് കൊച്ചേട്ടന് ദക്ഷിണ കൊടുപ്പിക്കാനാണ്. സുഭദ്രയുടെ കല്യാണമാണ്. എന്താ ചേച്ചി പെട്ടെന്ന്? ചേട്ടത്തി കൊണ്ടുവന്ന ആലോചനയാണ്. പയ്യൻ അമേരിക്കയിൽ ഡോക്ടറാണ്. അയാൾക്ക് ഉടനെ തിരിച്ചു പോണം. അപ്പോൾ ഇവളെ കൂടെ കൊണ്ടുപോവുകയും വേണം. ഓ, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. രജിസ്റ്റർ വിവാഹമാണ്. ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ കൊച്ചേട്ടന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങേണ്ടത് ഞങ്ങളുടെ കടമയാണ്. സുഖച്ചേട്ടാ, ദേ വേഗം ഇങ്ങോട്ട് വന്നേ. സുഭദ്രയുടെ കല്യാണം അത്രേ. കൊച്ചേട്ടാ, സുഭദ്രയുടെ കല്യാണമാണ്. ദക്ഷിണ വാങ്ങി ഇവളെ അനുഗ്രഹിക്കണം. ഞാനിപ്പോ വരാം. ഇത് കൊച്ചമ്മാവിന്റെയും കൊച്ചമ്മായിയുടെയും വക ഒരു ചെറിയ സമ്മാനം. നിങ്ങളുടെ പണം തന്നെയാണ്, കൈമാറി വന്നേ ഉള്ളൂ.
കാപ്പി കുടിച്ചിട്ട് പോവാൻ ചേച്ചി. വേണ്ട നളിനി, ആർഭാടങ്ങളില്ലെങ്കിലും കല്യാണം കല്യാണം തന്നെയല്ലേ. ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്. ഇറങ്ങട്ടെ. ശരി. അമ്മമ്മയുടെ ഈ ദുർമുഖം കണ്ട അവരെങ്ങനെ കാപ്പി കുടിക്കും? വീട്ടിൽ വരുന്നവർ ശത്രുക്കളായാലും നമ്മൾ ബന്ധുക്കളായി കരുതി അവരെ സ്വീകരിക്കണമെന്നാ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതെ, നിന്റെ അമ്മ ആ നിഷേധിപ്പെണ്ണിന്റെ കയ്യിൽ ഒരു കവർ കൊടുത്തല്ലോ, എന്തായിരുന്നു അത്? അതെ, അമ്മ ഇവിടെ രഹസ്യമായി വെച്ചിരുന്ന രത്നങ്ങളും വൈരങ്ങളും എടുത്ത് കവറിലാക്കി കൊടുത്തു. എന്താ പോരെ? ഈ അമ്മമ്മയുടെ ഒരു കാര്യം. ശൂ, ഒരു 10,000 രൂപയെങ്കിലും കൊടുത്ത് കാണും. എന്താ? സാരയില്ല, കരയാതിരിക്കും. കിട്ടിയില്ലേ എന്ന് എന്നോട് ചോദിച്ചാ ഞാനല്ല ലളിതയെ തട്ടിക്കൊണ്ടുപോയത്. എനിക്ക് റബ്ബർ കച്ചവടോ ഇല്ല. സാർ ഒരു ദിവസം ജോൺസനെ ഫോളോ ചെയ്തെന്നും സാറിനോടൊപ്പം ആവശ്യത്തിന് പോലീസുകാരില്ലാത്തതുകൊണ്ട് ജോൺസൺ ഓടി രക്ഷപ്പെട്ടെന്നും കേട്ടു. സംഭവം ശരിയാണ്. ഞാൻ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പോയതല്ല, യാദൃശ്യമായി കണ്ടതാ. പക്ഷെ എന്ത് ചെയ്യാം, ജീപ്പിന്റെ ശബ്ദം കേട്ട് അവൻ രക്ഷപ്പെട്ടു. റസാക്കിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചാക്കോ ചക്കരക്കാട്ടിലിനെ ഞാൻ ആദ്യം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് മുങ്ങി. ഇപ്പൊ ദുബായിലുണ്ടെന്ന് കേൾക്കുന്നു. സർ, ജോൺസൺ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ആണെന്ന് പോലീസ് റെക്കോർഡുകളിൽ അയാളെ ഫോട്ടോ ഉണ്ടാവാൻ സാധ്യതയില്ലേ? മിസ്റ്റർ സുനിൽ, നിങ്ങളുടെ എസ്റ്റേറ്റിന്റെ മാനേജരായിരുന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ കൈവശം ഇല്ലെന്ന് പറയുന്നത് മോശമല്ലേ? നിങ്ങളോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോസ് പോലും എടുത്തിട്ടില്ലേ? തുടക്കം മുതലേ അയാൾ എനിക്ക് സംശയമായിരുന്നു. പക്ഷെ എന്റെ ഭാര്യ ലളിത അയാൾ അന്ധമായി വിശ്വസിച്ചു. ജോൺസൺ എന്ന പേരാണ് നിങ്ങളോട് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പേര് പറയും. അതാണ് ഈ ക്രിമിനലിന്റെ പ്രത്യേകത. 4 പേരുകളിൽ അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സർ, അവള് ജീവിച്ചിരിക്കുന്നോ അതോ മരിച്ചോ എന്നറിഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ 2 ആണുങ്ങൾ ആ വീട്ടിലുള്ളപ്പോഴാണ് ലളിത മാനേജറോടൊപ്പം ഓടിപ്പോയത്. അത് നിങ്ങളുടെ കഴിവേട് കൊണ്ടല്ലേ? ഏയ്, പ്രിയതമേ, എന്താണ് ഇത്രയും വലിയ ആലോചന? ഞാൻ അടുത്ത് വന്ന് നിന്ന് നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് നീ അറിഞ്ഞില്ലല്ലോ. ഞാൻ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചാണ് ആലോചിച്ചത്. വരും, ഒരു നല്ല നക്ഷത്രത്തിൽ. അവനല്ലെങ്കിൽ അവൾ നമ്മളടുത്ത് വരും. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ മുടങ്ങാതെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയെ പറ്റിയാ. പ്രഭയുടെ കുഞ്ഞ് ഇപ്പൊ എന്റെ മോളായി കഴിഞ്ഞു. പ്രഭയെ നമ്മൾ ഇവിടെ തന്നെ താമസിപ്പിക്കണമായിരുന്നു. എങ്കിൽ പ്രഭ ഓഫീസിൽ പോകുന്ന സമയം മുഴുവൻ എനിക്ക് അവളെ ഓമനിക്കായിരുന്നു. എന്ത് ചെയ്യാനാ, ഈ മനമാറ്റം നിനക്ക് നേരത്തെ ഉണ്ടായില്ലല്ലോ. ഒരു കുഞ്ഞില്ലാത്തതിൽ നിനക്കുള്ള ദുഃഖം എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഞാനാണ് കുറ്റവാളി. എന്നിട്ട് നീ എന്നെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദേ, ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. നമുക്കിനി ഒരു കുട്ടി ജനിച്ചില്ലെങ്കിൽ തന്നെ എന്ത്, പ്രാർത്ഥനയുണ്ടല്ലോ. എടീ, പ്രാർത്ഥനയെ നമുക്ക് സ്നേഹിക്കാം, മകളായിട്ട് കരുതാം. പക്ഷെ അവള് പ്രഭയുടെയും പ്രസാദിന്റെയും മകളാണ്. ഒരു ദിവസം സ്വന്തം തെറ്റുകൾ തിരുത്തി പ്രസാദ് അവന്റെ ഭാര്യ അനിശ്ചെത്തും. പ്രഭ അവന് മാപ്പ് നൽകാൻ തയ്യാറായാൽ പഴയതുപോലെ അവർ ഒരുമിച്ച് ജീവിക്കും. അപ്പോ പ്രഭ നമ്മളിൽ നിന്നും ക്രമേണ അകലും. അതാണ് ജീവിതം. പ്രഭ ഇനി എന്നിൽ നിന്ന് അകലുന്ന പ്രശ്നമേ ഇല്ല. വെറുതെ എന്നെ വേദനിപ്പിക്കാനായി ഓരോന്ന് പറയും.
ശരി, ഞാനൊന്നും പറയുന്നില്ല. ഞാനിന്ന് വളരെ സന്തോഷവാനാ. എന്തുകൊണ്ടാണ് ഈ സന്തോഷം എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ദേ, ഞാൻ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണെന്നൊരു തോന്നൽ. നമ്മുടെ വിവാഹം ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ. നമ്മുടെ യഥാർത്ഥ മധു ഇത് ഇന്ന് തുടങ്ങുന്നു. നീ എന്തു പറയുന്നു? അപ്പൊ ഇതുവരെ കഴിഞ്ഞതെല്ലാം സ്വപ്നം, വെറും സ്വപ്നം. എന്നാ പിന്നെ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ്സിൽ പാലെടുത്തോണ്ട് വരാം. ആപ്പിളും ഓറഞ്ചും ഒന്നുമില്ല, നല്ല പോലെ പഴുത്ത 2 പാളയംകുടം പഴം ഇരിപ്പുണ്ട്, അതും കൊണ്ടുവരാം. ശരി, പോയിട്ടോ. മുഖം കുനിച്ച് നഖം കടിച്ച് എന്നിട്ട് മുറിയിലേക്ക് വരാം. എന്നിട്ട് അയ്യോ, ഞാൻ ഓർക്കാതെ പറഞ്ഞതാ. ഒരു ഗ്ലാസ് പാലിരുന്നെടുത്ത് ഞാൻ ഒഴിച്ചു പോയി. നാളെ ഉച്ചയുണ്ടി മോര് വേണ്ടേ? വേണ്ട, പോയി പുളിശ്ശേരി ഉണ്ടാക്ക്. എന്റെ മൂട് മുഴുവൻ നീ കളഞ്ഞല്ലോ. പ്രിയ സുഹൃത്തെ, നല്ല ദാമ്പത്യത്തിൽ ഓരോ രാത്രിയും പ്രഥമരാത്രി തന്നെയായിരിക്കും. ഭർത്താവ് ഭാര്യയിലും ഭാര്യ ഭർത്താവിലും എന്തെങ്കിലും ഒരു പുതുമ ഓരോ ദിവസവും കണ്ടെത്തണം. മനസ്സിലായോ? കാര്യം. ഓ മക്കള് കരയല്ലേ മോളെ, കരയല്ലേടി. എന്തൊരു കരച്ചില്. അപ്പൂപ്പന്റെ പൊന്നും കൂടവല്ലേ, തങ്കക്കൂടവല്ലേ, മക്കള് കരയല്ലേ. ദൈവമേ, നേരം പാതിരയായി. ഈ കുഞ്ഞ് ഉറങ്ങത്തുമില്ല, മറ്റുള്ളവരോട്ട് ഉറക്കത്തുമില്ല. മോൾ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 10 ഗുണം 10 ഗുണം. ഇവളെ തന്തയും ഇങ്ങനായിരുന്നു. എന്റെ മോൻ പ്രസാദേ, 2-2.5 വയസ്സ് വരെ അവനെ കൊണ്ട് ഞാനും സരോജവും പെട്ട പാട് ചില്ലറയല്ല. അതൊന്നും അദ്ദേഹം ഇപ്പൊ ഓർക്കുന്നില്ലല്ലോ. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ തിളങ്ങുന്ന സിൽക്ക് ജുബയും പൊന്മണി മാലയൊക്കെ ഉണ്ടായിരുന്ന മട്ടില അവന്റെ നടപ്പ്. നീ എന്തിനാ കരയുന്നത്? കരയേണ്ടത് അവനും അഹങ്കരിച്ചിറങ്ങുന്നവന്റെ തള്ളയോ. കുറച്ചൊന്നുമല്ല അവർ കരയാൻ പോണത്. നീ കാത്തിരുന്ന് കണ്ടോ. മക്കള് വാവോ. സൂക്ഷിച്ച്. കുഞ്ഞുണർന്നില്ലേ? നേരെ വെളുത്തല്ലേ ഉള്ളൂ. എഴുന്നേറ്റ പാടാ ഈ പോന്ന ഉള്ള. രാത്രി തന്നെ പറഞ്ഞോന്ന് വിചാരിച്ചാ ചിറ്റപ്പ. അർദ്ധരാത്രി സമയത്ത് വന്ന് കോളിംഗ് ബെൽ അടിച്ചാ നിങ്ങൾ പേടിച്ചാലോ എന്ന് ഭയന്നാ വരാതിരുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ ഇവിടെ അങ്ങ് താമസിക്കും. അർദ്ധരാത്രി വരെ അവൾ ഉണർന്നിരിക്കും. ഇവിടുത്തെ കൊച്ചേ ചുരുക്കത്തി പ്രഭയ്ക്കും എനിക്കും ഉറക്കമില്ലെന്ന് അർത്ഥം. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. ഇത്രയും കണ്ടിട്ട് സംശയം തീർന്നില്ലേ? ചിറ്റപ്പ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളൊന്നും ചെകഞ്ഞെടുക്കല്ലേ. ഇനി ഞാനൊരു സത്യം അങ്ങ് പറയട്ടെ. പ്രഭയുടെ കുഞ്ഞ് സുനിലിന്റെ കുട്ടി അല്ലാതെ പോയതില്ല എനിക്കിപ്പോ ദുഃഖം. അങ്ങനെയായിരുന്നെങ്കിൽ ആ അവകാശവും പറഞ്ഞ് എനിക്ക് പ്രാർത്ഥന മോളെ സ്വന്തമാക്കായിരുന്നില്ലേ? നീ ഒരു പൊട്ടി പെണ്ണി തന്നെ, നല്ല ഒന്നാന്തരം പൊട്ടി, സംശയമില്ല.
അതിരാവിലെ? എനിക്കിവളെ കാണാതിരിക്കാൻ വയ്യ പ്രഭേ. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗേ കാണുന്നുള്ളൂ. കോമള ഇവളെ അങ്ങ് കൊണ്ടുപോയിക്കേ. കൊണ്ടുപോകാൻ ഞാൻ റെഡിയാ. പക്ഷെ 6 മാസത്തേക്ക് മുലപ്പാലല്ലാതെ മറ്റൊന്നും കൊടുത്തു പോരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വാ, വാട ചക്കരെ.